ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. അടുത്തു വരണ്ട, ഞാൻ വിളിച്ചു കൂവും. പതർച്ചയോടെയാണെങ്കിലും ദയ അയാളുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി പറഞ്ഞു. രവീന്ദ്രൻ്റെ കണ്ണും മനസ്സും ഒന്നുലഞ്ഞു. ഒരു പെണ്ണിൻ്റെ തീക്ഷ്ണമാർന്ന നോട്ടത്തിൽ ഉരുകിയൊലിക്കാൻ പാകത്തിന് ആത്മബലവും കാമവും മാത്രമേ അയാളെപ്പോലെയുള്ള നെറികെട്ടവന്മാർക്കുള്ളിലുള്ളൂ. പല സ്ത്രീകളും അത് മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങളെന്താ ഇവിടെ? പിറകിൽ നിന്നും ഒരു പുരുഷ ശബ്ദം. രവീന്ദ്രൻ ഞെട്ടി പരിഭ്രമത്തോടെ പിന്തിരിഞ്ഞു. വാതിൽപ്പടിയിൽ കൈകൾ രണ്ടും മാറിൽ പിണച്ചു കെട്ടി കൈലാസ് നിൽക്കുന്നു. അയാളെ കണ്ട നിമിഷം തന്നെ ദയയ്ക്ക് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ആശ്വാസം തോന്നി. അല്ല മോനെ, വന്നവർക്ക് ചായ കൊടുക്കണ്ടേ? അതാ ഞാൻ. നാവിൽ വഴങ്ങിയ നുണ നിഷ്കളങ്കമായി പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചു രവീന്ദ്രൻ. മറുപടിയായി കൈലാസ് കനത്തിലൊന്ന് മൂളി. ശേഷം ദയയെ നോക്കി. അവൾ അപ്പോഴും ഉമിനീര് പോലും ഇറക്കാതെ അടിമുടി വിറച്ചു നിൽക്കുകയായിരുന്നു. വല്യച്ഛൻ ചെല്ല്, ചായ തെച്ചു കൊണ്ടുവന്നോളൂ, കൈലാസ് തീർത്ത് കൽപ്പിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ദയ തൻ്റെ കൈവെള്ളയിൽ നിന്ന് വഴുതിപ്പോയതിൽ രവീന്ദ്രന് ദേഷ്യം തോന്നി. ഉള്ളം രോഷത്താൽ കത്തിജ്വലിച്ചു. എങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതെ അയാൾ തൻ്റെ ചുമലിലിട്ട തോർത്തെടുത്തൊന്ന് വീശിക്കുടഞ്ഞ് നടന്നകന്നു. ദയ അത്യധികം ആശ്വാസത്തോടെ കണ്ണടച്ച് ദീർഘമായി നിശ്വസിച്ചു. പിന്നീട് മിഴികൾ ചിമ്മി തുറന്നപ്പോൾ കണ്ടു കണ്ണിമയ്ക്കാതെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന കൈലാസിനെ. നിമിഷങ്ങൾക്ക് മുന്നേ വിട്ടൊഴിഞ്ഞ ഭയം വീണ്ടും മനസ്സിനെ പിടികൂടി. ശരീരം വിയർത്തു. നേത്രഗോളങ്ങൾ ദ്രുതഗതിയിൽ അയാളിലൂടെ ചലിച്ചു തുടങ്ങി. എന്തിനിത്ര ഭയക്കണം എന്ന് തന്നെത്താൻ 100,000 ആവർത്തി ചോദിച്ചിട്ടും തൃപ്തികരമായൊരുത്തരം ലഭിച്ചില്ല. കൈലാസ് ദയയിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ വന്നപ്പോൾ അവൾ പിന്തിരിഞ്ഞ് തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക് മുറ്റുനോക്കി നിന്നു. ദച്ചു. കൈലാസിൻ്റെ സൗമ്യമാർന്ന സ്വരം. ദയ പിന്തിരിഞ്ഞില്ല. എന്തുകൊണ്ടോ അയാളുടെ സാന്നിധ്യം അവളിൽ അരോചകത്വം നിറയ്ക്കുന്നുണ്ടായിരുന്നു. ആകെ ഒരു വിമ്മിഷ്ടം. അയാൾ തിരികെ പോയിരുന്നെങ്കിലെന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി. കൈലാസിന് ദയയോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ വിമുഖത അയാളെ നിശബ്ദനാക്കുന്നു. കൈലാസ് ഒരിക്കൽ കൂടി ദയയെ വിളിച്ചു. ഇനിയും കേട്ടില്ലെന്ന് നടിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി ദയ സ്റ്റവ് ഓഫ് ചെയ്ത് അയാൾക്ക് അഭിമുഖമായി നിന്നു. എടോ, തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങ് മറന്നേക്കടോ. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. കാര്യമാക്കണ്ട. ദയയിൽ മൗനം. അതിലും നല്ലൊരു മറുപടി അയാൾക്ക് നൽകാനില്ലെന്ന് അവൾക്ക് തോന്നിക്കാണണം. എല്ലാം മറക്കണമെന്ന് എത്ര ലാഘവത്തോടെയാണ് ഇയാൾ പറഞ്ഞത്. എന്താണ് മറക്കേണ്ടത്? എവിടെയാണ് മറക്കേണ്ടത്? എങ്ങനെയാണ് മറക്കേണ്ടത്? ഇനി അഥവാ മറക്കാൻ ശ്രമിച്ചാൽ തന്നെ പകരമായി ഓർക്കാൻ സുഖവും ആനന്ദവും ലഭിച്ച നിമിഷങ്ങൾ ഇതുവരെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ പോലും അത്രമേൽ ഭീതിയോടെയാണ് കടന്നുപോയത്. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ? ഗോപികയുടെ ശബ്ദമാണ് ദയയെ ആലോചനകളിൽ നിന്നും ഉണർത്തിയത്. അവൾ മിഴികൾ ഉയർത്തി വാതിൽക്കലേക്ക് നോക്കി. ഗോപികയ്ക്കൊപ്പം ശരണും നിൽപ്പുണ്ട്. ഇരുവരുടെ ചുണ്ടുകളിലും മനോഹരമായ മന്ദഹാസം. ഗോപിക ദയയ്ക്കരികിൽ വന്നു നിന്ന് അവളുടെ ചുമലിലൂടെ കൈയിട്ട് ശരീരത്തോട് ചേർത്ത് നിർത്തി. പ്രപ്പോസൽ സീനൊക്കെ കഴിഞ്ഞോ? കുറുമ്പോടെ ചോദിച്ച ഗോപികയെ നോക്കി കൈലാസ് കണ്ണുരുട്ടി. ദയയാകട്ടെ അവൾ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിൻ്റെ പൊരുൾ തേടുകയായിരുന്നു. പെട്ടെന്നാണ് ഗോപിക ദയയുടെ വലത് കൈത്തലം എടുത്ത് കൈലാസിൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തത്. ഏട്ടാ, ദേ എൻ്റെ ദച്ചുവിനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. എപ്പോഴും കൂടെ ഉണ്ടാകണം, വിട്ടുകളയരുത്. ദയ ആകെ പരിഭ്രമിച്ചു. കൈലാസിൻ്റെ കൈപ്പിടിയിൽ നിന്നും തൻ്റെ ഉള്ളം കൈ മോചിപ്പിക്കാൻ അവൾ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. എന്നാൽ അയാൾ അവളുടെ കൈവെള്ള മുറുകെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇല്ല. പുഞ്ചിരിയോടെ പറഞ്ഞയാൾ ദയയെ നോക്കി കണ്ണു ചിമ്മി. കണ്ടുനിന്ന ഗോപികയുടെ മനസ്സ് നിറഞ്ഞു. ശരണിലും അതേ സന്തോഷവും നിർവൃതിയും. ദയയിൽ പ്രത്യക്ഷത്തിൽ വലിയ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ നേർത്തൊരു ചലനം ഉടലെടുത്തു. തനിക്കൊപ്പം ആരൊക്കെയോ ഉണ്ടെന്നുള്ളതിൻ്റെ സമാധാനം. ജനലഴികളിലൂടെ മുറിയിലേക്ക് അരിച്ചിറങ്ങിയ തണുപ്പേറ്റ് ദയ കിടക്കയിൽ ഒന്നുകൂടെ ചുരുണ്ടുകൂടി. പേരിനൊരു പുതപ്പുണ്ട്. അതുകൊണ്ട് ശരീരം മൂടുന്നതും മൂടാത്തതും കണക്കാണ്. അത്രയേറെ പിന്നിക്കേറി ഓട്ടയായിരിക്കുന്നു. മുത്തച്ഛൻ്റെ മുറിയിൽ നിന്നും അലാറം അടിക്കുന്നത് കേൾക്കാം. 5:30 അലാറമാണ്. എന്നും തന്നെ ഉണർത്തുന്ന ശബ്ദം. ദയ ശ്രദ്ധയോടെ ദേഹത്തു നിന്നും പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ഒന്ന് ബലം പ്രയോഗിച്ചാൽ അത് മുഴുവനായും കീറിപ്പറയും. അവൾ എഴുന്നേറ്റ് മുറിയുടെ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് കയറി. ഉമ്മറ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. എന്നും താനാണ് വാതിൽ തുറക്കാറ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലല്ലാതെ ആരും ഈ നേരത്ത് എഴുന്നേൽക്കാറില്ല. അവൾ അല്പം ശങ്കയോടെ പുറത്തേക്കിറങ്ങി. നല്ല മഞ്ഞുണ്ട്.
മുറ്റത്തെ മുല്ലച്ചെടിയിൽ പൂക്കൾ വിടർന്നിരിക്കുന്നു. ചിലത് മഴയേറ്റ് കുതിർന്ന് മണ്ണിൽ ഞെട്ടറ്റ് വീണ് കിടപ്പുണ്ട്. ദയ മുറ്റത്തേക്കിറങ്ങി ശ്വാസമൊന്ന് നീട്ടിയെടുത്തു. നനഞ്ഞ മണ്ണിൻ്റെയും മുല്ലപ്പൂക്കളുടെയും മനം മയക്കുന്ന നാടൻ സൗരഭ്യം. ഉലഞ്ഞു കിടക്കുന്ന കടും കറുപ്പാർന്ന മുടിയിഴകൾ വാരി മുറുക്കി കെട്ടിയ അവൾ കിണറ്റിൻ കരയിലേക്ക് നടന്നു. ഒരു തൊട്ടി വെള്ളം കോരി കൈയും വായും മുഖവും കഴുകുമ്പോഴാണ് ആരോ ശ്രുതിയിടുന്ന ശബ്ദം കേൾക്കുന്നത്. കർണപുടത്തിലേക്ക് ഒഴുകിയെത്തിയ സ്വരമാധുര്യത്തിൽ ഒരു വേള ലയിച്ചു നിന്നുപോയി ദയ. പിന്നീട് ശബ്ദത്തിന് ഉറവിടം തേടി അവളുടെ മിഴികൾ ചുറ്റിലും അലഞ്ഞു. ഒടുക്കം ചായ്പിൽ നിന്നാണ് ഗാനാലാപനമെന്ന് മനസ്സിലായതും കാലുകൾ യാന്ത്രികമായി ധൃതിയിൽ അവിടേക്ക് ചലിച്ചു. ചാരിയിട്ട ഉമ്മറവാതിലിനിടയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് താളമിട്ട് പാടുന്ന മഹാലക്ഷ്മിയെ. അവർക്ക് മുമ്പിൽ ശരണും കൈലാസും സ്വാതിയും ഗോപികയും ഇരിപ്പുണ്ട്. ഇരുവശങ്ങളിലായി സംഗീതം ആസ്വദിച്ചുകൊണ്ട് വല്യമ്മയും സിദ്ധാർത്ഥേട്ടനും ശരണും കൈലാസും സ്വാതിയും അവർക്കൊപ്പം ശ്രുതി ചേർത്ത് ഏറ്റുപാടുമ്പോൾ ഗോപിക ഉറക്കം തൂങ്ങിയാടുന്നു. അവളുടെ കൈകൾ താളമിടുന്നെന്ന പോലെ വെറുതെ അനങ്ങുന്നുണ്ട്. ഗോപു! കീർത്തനം പാടി നിർത്തി മഹാലക്ഷ്മി വാത്സല്യപൂർവ്വം ഗോപികയെ വിളിച്ചു. അവൾ ഞെട്ടി എഴുന്നേറ്റ് മൂവരെയും നോക്കി ജാളിതയോടെ ചിരിച്ചു. മഹിയമ്മേ, ഇവളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ലെന്നറിഞ്ഞൂടെ, പിന്നെ എന്തിനാ വെറുതെ? അവൾ കുഞ്ഞല്ലേ കിച്ചു. പറഞ്ഞു നിർത്തിയപ്പോഴാണ് മഹാലക്ഷ്മി വാതിലിൻ്റെ മറവിൽ നിൽക്കുന്ന ദയയെ കണ്ടത്. ഇങ്ങോട്ട് കയറി വന്നോളൂ കുട്ടി, അവർ അലിവോടെ വിളിച്ചു. അടുത്ത നിമിഷം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ദയയിലേക്കായി. ദയ ആകെ വിരണ്ടു. അകത്തേക്ക് കയറിയാൽ വല്യമ്മ വഴക്ക് പറയും, കയറാതിരുന്നാൽ ആ അമ്മയെ ധിക്കരിച്ചുവെന്ന് കരുതില്ലേ. പെട്ടെന്നാരോ അവൾക്ക് മുന്നിൽ വാതിൽ മലർക്കെ തുറന്നു. ദയ ഞെട്ടി മുഖമുയർത്തി നോക്കി. ശരണായിരുന്നു അത്. വാടോ! അയാൾ അധികാരത്തിൽ ദയയുടെ കൈകളിൽ കൈ ചേർത്ത് അവളെ അകത്തേക്ക് കൂട്ടി. ഉള്ളിലേക്ക് ഓരോ അടി വയ്ക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നീണ്ടത് സാവിത്രിയിലേക്കും സിദ്ധാർത്ഥിലേക്കുമായിരുന്നു. നീരസം നിറഞ്ഞ ഇരുവരുടെയും മുഖം വിളിച്ചോതുന്നുണ്ട് തൻ്റെ ഈ കടന്നുവരവ് അവർക്കിഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. പോയി അമ്മയുടെ അരികിലിരുന്നോ? വേണ്ട. അവളെ വിട്ടേക്ക് മോനെ. ഈ ജന്തുവിൻ്റെ തനിക്കൊണ അനുസരിച്ച് ഇവിടെ എന്താ നടക്കണമെന്ന് ഒളിഞ്ഞു നോക്കാൻ വന്നതായിരിക്കും. നാശം. അവർ പല്ല് കടിച്ചു. ദയയുടെ മുഖം താഴ്ന്നു. കണ്ണുകൾ കലങ്ങിയൊഴുകി. ഞാൻ പൊയ്ക്കോളാം. ആരെയും നോക്കാതെ ശരണിൻ്റെ കൈപ്പിടിയിൽ നിന്നും കൈകൾ വേർപെടുത്തിയവൾ പുറത്തേക്ക് നടന്നു. ദയാ! നടന്നകലുന്ന ദയയെ നോക്കി വിളിച്ചു ശരൺ. അവൾ നിന്നില്ല. വിളിക്കണ്ട മോനെ, പോയി തൊലയട്ട ശ്രീകരം. ഏയ്! മഹാലക്ഷ്മിയുടെ ശബ്ദം ശാസനയോടെ ഉയർന്നപ്പോൾ സാവിത്രി വായടച്ചു. അവർ വാതിൽ കടന്നു പോകുന്ന ദയയെ നോക്കിയിരുന്നു. പാടി നോക്കൂ. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് കൈലാസിനോടും ശരണിനോടുമായി പറഞ്ഞവർ ധൃതിയിൽ പുറത്തേക്കിറങ്ങി. ഒന്നവിടെ നിൽക്ക് കുട്ടിയെ. ദയ നടത്തം നിർത്തി പിന്തിരിഞ്ഞു നോക്കി. എങ്ങടെ ഈ ഓടുന്നത്? ഞാൻ ഒളിഞ്ഞു നോക്കാനൊന്നും വന്നതല്ല. പാട്ട് കേട്ടപ്പോൾ ആരാധന നോക്കാൻ. പറയുമ്പോൾ ദയ വിതുമ്പിപ്പോയി. മഹാലക്ഷ്മിക്ക് അവളോട് വല്ലാത്ത അനുകമ്പ തോന്നി. അവർ നറുചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് തഴുകി. പാട്ടിഷ്ടാണോ മോൾക്ക്? പാടുവോ? ദയ വ്യഗ്രതയോടെ ഇല്ലെന്നർത്ഥത്തിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. അതിനെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? വരൂ, കുറച്ചു നേരം പാട്ട് കേട്ടിട്ട് പോകാം. ദയ മടിച്ചു. വീണ്ടും അപമാനിക്കപ്പെടാൻ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇല്ലെന്ന് മറുപടി പറയാൻ മുഖമുയർത്തിയപ്പോൾ കണ്ടു വാതിൽക്കൽ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന വല്യമ്മയെ. ഞാൻ പോട്ടെ മാഡം. വാക്കുകൾ അവസാനിപ്പിച്ച് അവൾ തിരികെ വീട്ടിലേക്ക് ഓടി.